എപ്സൺ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു LED ലൈറ്റിൻ്റെ ഡ്രൈവർ യൂണിറ്റ് എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഈ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ കുറേ നേരം റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ LED ഇതുപോലെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പവർ സപ്ലൈക്കകത്തുള്ള ഒരു കപ്പാസിറ്റർ പോകുന്നതാണ്. പക്ഷേ നമുക്കിത് വാട്ടർ പ്രൂഫ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് സർവീസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് നമുക്കൊന്ന് അഴിച്ചെടുത്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ LED പാനൽ. അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ് അതിൻ്റെ ഡ്രൈവർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന് സപ്ലൈ നൽകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്തെടുത്ത് നോക്കാം. ഈ LED വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഡ്രൈവർ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ടൈപ്പാണ്. ഇത് നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. പക്ഷേ ഇത് വളരെ റേറ്റ് കൂടുതലാണ്. 300 രൂപ 400 രൂപ അടുത്ത് വരുന്നതാണ്. അതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തെടുത്ത് ഇത് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ഒന്ന് നോക്കിയതാണ്, ട്രൈ ചെയ്തതാണ്. ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചൊക്കെ എടുത്ത് നോക്കി. പക്ഷേ ഇത് യാതൊരു വഴിയില്ല, ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് റീപ്ലേസ് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു SMPS നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് LED ട്യൂബ് ലൈറ്റിൽ വരുന്ന ഒരു ഡ്രൈവർ യൂണിറ്റാണ്. ഇതിന് ഏകദേശം 100 രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ. കൂടാതെ മാർക്കറ്റിൽ പെട്ടെന്ന് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ഡ്രൈവർ മൊഡ്യൂളാണിത്. ഇത് കോമൺ ആയിട്ടുള്ള LED ട്യൂബ് ലൈറ്റിൽ വരുന്ന ഡ്രൈവർ യൂണിറ്റാണിത്. ഇതാണ് നമ്മൾ ഈ LEDക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഡ്രൈവർ യൂണിറ്റ് LED ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുമോ എന്ന് നമുക്ക് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ 2 സൈഡിൽ PCB വരുന്നതല്ല. അതുകൊണ്ട് ആ 2 സൈഡ് നമുക്കൊന്ന് പ്ലെയർ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എത്ര സൈസ് വേണോ അത്രത്തോളം നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉൾക്കൊള്ളുമോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മഴ പെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലാണ് ഈ ലൈറ്റ് വെക്കുന്നതെങ്കിൽ മാക്സിമം ഈ സർക്യൂട്ട് ഇതുപോലെ ഉപയോഗിക്കാതിരിക്കുക. കാരണം വെള്ളം വീണ് കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത ഏരിയയിലാണ് നിങ്ങൾ ഈ LED ലൈറ്റ് വെക്കുന്നതെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ പോലെ തന്നെ വാട്ടർ പ്രൂഫ് സർക്യൂട്ട് തന്നെ മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. AC ലൈനാണ് ഞാനിപ്പോൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. AC ലൈൻ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്പുട്ട് LEDയിലേക്ക് കൊടുക്കേണ്ട കണക്ഷനുണ്ട്. ഈ ഒരു കണക്ഷൻ നമുക്കിവിടെ എടുത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള വോൾട്ടേജ് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ LED ചെക്ക് ചെയ്യുക. കോമൺ ആയിട്ട് നമുക്ക് നോർമലി വരുന്ന എല്ലാം ഒരേ വോൾട്ടേജ് റേഞ്ച് ആയിരിക്കും. ഒരു 52 വോൾട്ട് മുതൽ 80 വോൾട്ട് വരെ റേഞ്ചിലാണ് നമുക്ക് ഈ ഡ്രൈവർ കിട്ടുക. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ LED പാനലിലേക്കുള്ള കണക്ഷനും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ഡ്രൈവർ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചതിന് ശേഷം നമുക്ക് ഷോർട്ടാവാതെ എല്ലായിടത്തും അല്പം ഗ്ലൂവും അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചൊന്ന് എടുത്ത് അകത്താക്കി ഫിക്സ് ചെയ്ത് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മഴ നനയുന്ന ഭാഗങ്ങളിൽ ഈ സർക്യൂട്ട് വെക്കാതിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, LED വർക്കിംഗ് ആണ്, നല്ല ബ്രൈറ്റിൽ തന്നെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ സൈഡിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് ഷോർട്ടാവാത്ത രീതിയിൽ ഇതിൻ്റെ അകത്തൊന്ന് ഇറക്കി വെക്കാം. ഇതിന് ശേഷം പച്ച വെച്ച് ഒന്നുകൂടെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഈ ഡ്രൈവർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സാധാരണ വാട്ടർ പ്രൂഫ് ടൈപ്പ് മൊഡ്യൂളിന് വളരെ റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, എന്നാൽ കാശിട്ട് കയ്യിൽ നിന്ന് പോകത്തുമില്ല. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആകാത്തതുകൊണ്ട് തന്നെ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഇത് നിങ്ങൾ ഈ LED ഉപയോഗിക്കാതിരിക്കണം. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഒന്ന് അടച്ച് സ്ക്രൂ ഇട്ട് മുറുക്കിയെടുക്കാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു വാട്ടർ പ്രൂഫ് ടൈപ്പ് ആയിരുന്നു. ഇപ്പം നമുക്ക് വാട്ടർ പ്രൂഫ് ടൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കരുത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LED ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ്. ഓക്കെ, സക്സസ് ആണ്. അപ്പം ഞാൻ ഈ LED ലൈറ്റാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വീക്കിന് ശേഷമാണ്. ഇപ്പോഴും നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.